ഒരു ഡിപ്പോയിലാണ്. പിന്നെ കേരള ചരിത്രത്തിൽ തന്നെ ഒരു വലിയൊരു സംഭവമാണ് നടക്കാൻ പോകുന്നത്. KSRTCയുടെ ഇലക്ട്രിക് ബസ്സുകൾ ഉദ്ഘാടനമാണ്. ഇതൊരു ചൈനീസ് മേക്ക് ബസ്സാണ്. ആദ്യമായിട്ടാണ് നമുക്ക് കേരളത്തിലെ നിരത്തിൽ കൂടെ ഇലക്ട്രിക് ബസ്സുകൾ ഇലക്ട്രിഫൈ ചെയ്ത ബസ്സുകളാണ്. ഇന്ന് അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനമാണ്. നമ്മൾ അതിനുവേണ്ടി സാക്ഷിയാകാൻ വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് കയറുന്ന ഒരു പാസഞ്ചർമാരിൽ ഒരാളായിരിക്കും. പാസഞ്ചറായിട്ടല്ല കയറുന്നത്, കാരണം ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, കുറച്ച് ഡ്രൈവർമാർ ആവശ്യമുണ്ട്. ഈ ഇലക്ട്രിക് ബസ്സിന് വേണ്ടിയായിരുന്നു ആ പോസ്റ്റ് ഇട്ടിരുന്നത്. അങ്ങനെ എൻ്റെ പോസ്റ്റ് കണ്ട് 3-4 പേർക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ സാധിച്ചു. ഇതാണ് ഈ ബസ്, ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. നമുക്ക് ബസ്സിൻ്റെ ഇൻറ്റീരിയേഴ്സ് നോക്കാം. ലോ ഫ്ലോർ ബസ്സുകൾക്ക് സമാനമായ സെയിം ഇൻറ്റീരിയറാണ്. ലോ ഫ്ലോർ ബസ്സുകൾ താഴെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, കൂടുതൽ പ്ലാറ്റ്ഫോം ഉണ്ട്. സീറ്റുകളൊക്കെ നമുക്ക് അതേ സമാനമായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. നിറയെ AC വെന്റുകൾ ധാരാളമുണ്ട്. വണ്ടി ഇലക്ട്രിക് ബസ് ആയതുകൊണ്ട് തന്നെ കിട്ടിയ ഉടനെ തന്നെ AC നല്ല എഫക്റ്റാണ് വരുന്നത്. 2 ഡോർസ് ഉണ്ട്. ഒന്ന് മിഡിലായിട്ടൊരു ഡോറുണ്ട്, പിന്നെ ഫ്രണ്ടിലൊരു ഡോറുണ്ട്. ഇതിനകത്ത് CCTV ക്യാമറയുണ്ട്. ഉള്ളിലുള്ള സർവൈലൻസ് അറിയാൻ വേണ്ടിയുള്ള ക്യാമറയാണ്. അത് പിടിച്ചു നിൽക്കാനുള്ള കാര്യങ്ങളല്ല ഇതിനകത്ത് അറേഞ്ച് ചെയ്യുന്നത്. നല്ല വൃത്തിയുള്ള ഇന്ത്യയിലാണ്. അത്യാവശ്യം നല്ല വീതിയുണ്ട് കേട്ടോ. ഇങ്ങനെ കൈ വെച്ചാൽ തന്നെ നല്ല വീതിയുണ്ട്. ബസ് നല്ല വീതിയുണ്ട്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഇഷ്ടംപോലെ നിൽക്കാനുള്ള സ്പേസുകളുണ്ട്. അങ്ങനെ എല്ലാം കൂടെ അടങ്ങിയിരിക്കുന്ന ഒരു ഇതാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കംഫർട്ടബിളാണ്. ഹൈറ്റുള്ളവർക്ക് ഇരിക്കാൻ പറ്റുന്ന പാകത്തിലുള്ള ഒരു സംവിധാനങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. പിന്നെ നമുക്ക് ഇവിടെ സേഫ്റ്റിക്കായിട്ടുള്ള ഹാമറുകളുണ്ട്. ഇവിടെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് ഉണ്ട്. ഇതൊരു ഇൻഡിക്കേറ്റർ പോലെയാണ്, നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ഡ്രൈവർ സീറ്റാണ്, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രൈവർ സീറ്റാണ്. ഇതിൻ്റെ കൺസോൾ നമുക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ കൺസോൾ എന്ന് പറയുന്നത്. ഈ ബസ്സുകൾക്കുള്ളത് പോലെ അത്രയും ഒരു മോശമൊന്നുമില്ല, എങ്കിലും വളരെ മോശമില്ലാത്തൊരു കൺസോളാണ്. ചൈനീസ് ബൈക്കാണ് വണ്ടി. ഈ കമ്പനിയുടെ പേര് ആക്ച്വലി അവർക്ക് മനസ്സിലേക്ക് വരുന്നില്ല. നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന BYD. ഓക്കെ, ഇതിൻ്റെ ബോഡി ബിൽഡ് ചെയ്തിരിക്കുന്നത് BYD എന്ന് പറയുന്ന കമ്പനിയാണ്. BYD എന്ന് പറയുന്ന കമ്പനിയാണ്. അതായത് എഞ്ചിൻ അങ്ങനെ കാര്യങ്ങളെല്ലാം ഒലക്ട്ര ഗ്രീൻ ടെക് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇതിൻ്റെ എഞ്ചിൻ കാര്യങ്ങൾ സപ്ലൈ. ചൈനീസ് കമ്പനിയാണ് അല്ലേ? ചൈനീസ് വണ്ടി മാനുഫാക്ചർ ഒലക്ട്ര, ചൈനീസ് വന്ന് BYD കമ്പനി. ഓക്കെ, അപ്പോൾ തെലുഗു ഡ്രൈവറാണ്. നമ്മളങ്ങനെ പോയിട്ട് ഇതിൻ്റെ ഒരു സ്വിച്ചുകളാണുള്ളത്. ഒരേ സമയം തന്നെ ആക്റ്റീവ് ആവുള്ളൂ. പിന്നെ വണ്ടിയുടെ ഹൈറ്റ് കൂട്ടാൻ തുടങ്ങിയാണ്. ഹൈറ്റ് കൂട്ടുന്ന സാധനമാണ് ഇത്. ലൈറ്റ്, ഇത് പവർ സ്വിച്ചാണ്. പവർ സ്വിച്ച്. ഓക്കെ, AC കൺട്രോൾ ഉണ്ട്.
AC യുടെ കൺട്രോളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സ്റ്റീരിയോ അല്ല, AC യുടെ കൺട്രോളാണ്. ഇവിടെ കുറേ അകത്തെ റീഡിംഗ് ലൈറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണുള്ളത്. ബ്രേക്ക് കൺട്രോൾ, അതായത് ഇറക്കത്തിൽ നിന്ന് റിവേഴ്സ് പോകാതിരിക്കാനുള്ള സ്വിച്ചുകളാണ്. ഇതിനകത്ത് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ഇലക്ട്രിക് ബസ്സിന്റെ ആദ്യത്തെ യാത്രയാണ്. നമ്മുടെ ഇവിടെ യാത്ര ചെയ്യാനായിട്ട് ഇന്ന് ഇവിടെ ഒരു സ്പെഷ്യൽ സ്കൂളിൽ LMS കോമോഡിലെ സ്പെഷ്യൽ സ്കൂളിലെ കുറച്ച് കുട്ടികളുണ്ട്. അവരുടെ കൂടെയാണ് നമ്മൾ ഇന്ന് കോവളം, വേളി എന്നീ 2 സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ട്രിവാൻഡ്രം ഡിപ്പോയിൽ നിന്ന് വണ്ടി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ നേരെ ഈസ്റ്റ്ഫോർട്ട് സൈഡിലേക്ക് പോയി അവിടെ നിന്ന് നേരെ നമ്മൾ തിരിഞ്ഞ് ഔട്ടറിലേക്ക് പോകുന്നതാണ്. നമുക്ക് നമ്മുടെ നഗരം ഒന്ന് ഇവിടെ ഇലക്ട്രിക് ബസ്സിൽ നമുക്കൊന്ന് ചുറ്റിക്കണം. LMS കോമോഡിലെ സ്കൂളിലെ സ്പെഷ്യൽ സ്കൂളിലെ അമലാണ്. സംസ്ഥാന കലോത്സവം സാറേ, സംസ്ഥാന കലോത്സവത്തിൽ എന്ത് മത്സരത്തിലാണ്? ലളിത കാര്യത്തിലാണ് ബസ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. എല്ലാവരും കൈയടിച്ച്, എല്ലാവരും ഒരു കൈയടിച്ച്. തുയിലുണരു തുമ്പപ്പൂങ്കാട്ടിലെ വീണകളെ തിരുവോണപ്പുലരി വന്നു തൃക്കാക്കര നട തുറന്നു. തിരുവോണപ്പുലരി വന്നു തൃക്കാക്കര നട തുറന്നു. കുരവയിട്ടു പാറി വരൂ കുരുവികളെ, കുരവയിട്ടു. തുയിലുണരു തുമ്പികളെ, തുമ്പപ്പൂങ്കാട്ടിലെ വീണകളെ. തുയിലുണരു തുമ്പികളെ, തുമ്പപ്പൂങ്കാട്ടിലെ വീണകളെ, വീണകളെ, വീണകളെ. ഇതൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ഡ്രൈവർമാരാണ്. ഇവരാണ് ഫസ്റ്റ് ഡ്യൂട്ടി. കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ബസ് ഓടിക്കുന്നത്. ഇതിനു മുമ്പ് ട്രയൽ ഓടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ റെഗുലർ ബേസിസിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ കറണ്ട് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ 10 ബസ്സുകളിലെ 4 എണ്ണമാണ് ഡെലിവർ ആയിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് വേണ്ടപ്പെട്ട ഡ്രൈവർമാരാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നവരും കൂടെയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജോലിക്ക് വന്നവരുണ്ട്. എന്താ പറയുക, തുടർന്ന് ഇനി പോസ്റ്റുകളൊക്കെ വരുന്നതാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു ഇത് വരുമ്പോൾ നിങ്ങൾ ദയവായിട്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ്. പിന്നെ ബസ്സിൻ്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഇനിയും നമുക്ക് നോക്കാം. ലോ ഫ്ലോർ ബസ്സിൻ്റെ അതേ കൺസെപ്റ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ എഞ്ചിൻ സിസ്റ്റത്തിലാണ് 10 വ്യത്യാസം. 2 മോട്ടറുകൾ, അതായത് അതുകൊണ്ട് തന്നെ മോട്ടറുകൾ നമ്മൾ എഞ്ചിൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മോട്ടറുകളിലേക്ക് ഡയറക്റ്റ് പവർ ചെല്ലുമ്പോൾ ഇതിൽ പവർ വണ്ടിക്ക് ഹെവി ആയിട്ടുള്ള പവർ കൂടുതലാണ്. എഞ്ചിൻ ബസ്സസിനേക്കാളും കുറച്ചും കൂടെ ഒരു പിക്കപ്പ് ഒക്കെ ഈ വണ്ടിക്ക് കൂടുതലായിരിക്കും. AC പെട്ടെന്ന് തന്നെ കൂളാവുന്നുണ്ട്. പിന്നെ എഞ്ചിൻ നല്ല ഭംഗിയുണ്ട്, രാത്രിയെ കാണാൻ നല്ല ഭംഗിയാണ്. ഫുള്ള് ഗ്ലാസ് ആണ്. ഇത് ഇപ്പം ടൂർ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള പല സ്ഥലങ്ങളിൽ ബസ്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ വളരെ നല്ലതായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ഫുൾ ഓപ്പൺ ആയതുകൊണ്ട് സൈറ്റ് സീയിങ്ങിനൊക്കെ ബെസ്റ്റ് ബസ്സസാണ്. പിന്നെ 1 കിലോമീറ്റർ ഓടുന്നതിന് 80 പൈസ ചിലവുള്ളൂ വേണ്ടി എന്നാണ് പറയുന്നത്. ഇതിന് പ്രത്യേക സൈസുള്ള ചാർജിങ് ആവശ്യമാണ്. ഇപ്പം നിലവിൽ ഇത് പോകുന്ന 2 ബസ് നിലയ്ക്കൽ പമ്പ റൂട്ട് ഓടാൻ വേണ്ടിയാണ്. അതിനുശേഷം ട്രിവാൻഡ്രം ടു കൊച്ചിനാണ് ഈ ബസ് ഓടാൻ പോകുന്നത്. അപ്പോൾ വളരെ ചുരുങ്ങിയ ചിലവിൽ തന്നെ KSRTCക്ക് ഈ ബസ്സുകൾ ഓടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പുക എന്ന് പറയുന്നത് സീറോ എമിഷനാണ്. കാരണം പരിസ്ഥിതിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രവർത്തന രീതിയിലാണ് ബസ് ഓടുന്നത്. കാരണം ഇതിനകത്ത് എമിഷൻസ് ഇല്ല, ബസ്സിനകത്ത് പുക പുറത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു നാഴികക്കല്ലാണ്, ചരിത്രത്തിൻ്റെ ഒരു നാഴികക്കല്ലാണ്. ഇതൊക്കെയാണ് ഈ ബസ്സിനെ കുറിച്ച്. നിങ്ങളുടെ ബസ്സിൻ്റെ പുറകുവശം എല്ലാം നിങ്ങൾ കണ്ടു വിചാരിക്കുന്നല്ലോ. അങ്ങനെ ഉദ്ഘാടന ദിവസം തന്നെ നമുക്ക് ഈ വീഡിയോ ചെയ്യാനായിട്ട് പറ്റി. എൻ്റെ വീഡിയോ കണ്ട ഇതൊക്കെ എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾ അറിയാൻ വേണ്ടി ഇതുപോലെ യാത്രയെ സംബന്ധിച്ചോളം, ടൂറുകളെ സംബന്ധിച്ചോളം, സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള വീഡിയോകളൊക്കെ ഞാൻ കൂടുതൽ ചെയ്യുന്നുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ആൻഡ് ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ്.